മസ്തകത്തിൽ മുറിവേറ്റ് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാടുകളിൽ അലഞ്ഞ കാട്ടാനയെ വനപാലകർ കോടനാട് എത്തിച്ചു. അഭയാരണ്യ കേന്ദ്രത്തിൽ ആനയ്ക്ക് ചികിത്സ ആരംഭിച്ചു. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ആനയെ 17-ാം ബ്ലോക്കിലെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും കുങ്കിയാനകളുടെ സഹായത്തോടെ അനിമൽ ആംബുലൻസിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോയത്. രാവിലെ 7:15-നായിരുന്നു ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് നേരെ മയക്കുവെടിവെച്ചത്. ഈ സമയം തൊട്ടടുത്ത് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയും ഉണ്ടായിരുന്നു. മയക്കുവെടിയേറ്റ കൊമ്പൻ അവിടെ തന്നെ നിന്നപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി അടുത്തെത്തി തുമ്പിക്കൈ ഉയർത്തി സഹജീവിയെ തലോടുകയും കുറച്ചുനേരം വെടിയേറ്റ ആനയെ താങ്ങി നിർത്തുകയും ചെയ്തു. ഒടുവിൽ ആന മെല്ലെ താഴേക്ക് വീണു. ഇത് കണ്ട ഗണപതി അടുത്തേക്ക് എത്തിയപ്പോൾ ദൗത്യസംഘം പമ്പാക്ഷൻ ഗൺ ഉപയോഗിച്ച് വെടി ഉതിർത്തു. തുടരെ ശബ്ദം കേട്ടതോടെ ഏഴാറ്റുമുഖം ഗണപതി ഭയന്ന് മാറിപ്പോയി. രാവിലെ മുതൽ സമീപ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന 10ഓളം മറ്റ് കാട്ടാനകളും പിന്തിരിഞ്ഞോടി. തുടർന്ന് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചു. ഗ്ലൂക്കോസ് അടക്കമുള്ള മരുന്നുകൾ കുത്തിവെക്കുകയും ആനയ്ക്ക് പ്രതിരോധ മരുന്ന് നൽകുകയും ചെയ്തു. ശരീരം തണുപ്പിക്കുന്നതിന് വെള്ളം പമ്പ് ചെയ്തു. ഇതിനിടെ ആനയെ കൊണ്ടുപോകുന്നതിന് അനിമൽ ആംബുലൻസ് സജ്ജമാക്കി. തുടർന്ന് ആനയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമം. 3 കുങ്കിയാനകൾ ചുറ്റും നിന്ന് വെടിയേറ്റ ആനയെ മസ്തകത്താൽ തട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഉണർന്ന കാട്ടാനയെ കുങ്കിയാനകൾ വാഹനത്തിലേക്ക് തള്ളിക്കയറ്റി. തുടർന്ന് മലയാറ്റൂർ വഴി കോടനാട്ടേക്ക് എത്തിക്കുകയായിരുന്നു. TC വിനോസ്, ചാലക്കുടി.